മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്? ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. ഓക്കെ, തിങ്സ് ഡിഡിൻറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇവർക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു, കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ വിചാരിച്ച പോലുള്ള ഒരു ഔട്ട്കം അല്ല ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് നടന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ അവർ ജസ്റ്റ് വളരെ സില്ലി ആയിട്ട് എടുത്തൊരു കാര്യം നിങ്ങൾ ചിലപ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവാം, നിങ്ങൾക്കത് ഫീൽ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹേർട്ട് ആയിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലൊരു സെപ്പറേഷനിൽ പോയ വ്യക്തികളെയാണ് ഇവിടെ കൂടുതൽ കാണാൻ കഴിയുന്നത്. ആൻഡ് ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകന്ന് മാറിയപ്പോഴാണ് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായത് നിങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നവർ ചിന്തിക്കുകയാണ്. ഒരു അകൽച്ച വന്നപ്പോഴാണ് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളെ കുറിച്ച് അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ന്യൂ ചാപ്റ്റർ. ഈ വ്യക്തി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്തൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്ഷനോട് കൂടി വന്നായിരുന്നു. അതായത് എന്തിലും ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവർക്കിപ്പോൾ അവരുടെ ഒരു ബർത്ത്ഡേ നിങ്ങൾ ഓർത്തെടുത്തിട്ട് ആ ഒരു ദിവസം കൃത്യമായിട്ട് നിങ്ങളൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് അവർ നിങ്ങളെ വിളിക്കും. അവരത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ അവർ കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് ആ ഒരു പാർട്ട്ണറെ മാക്സിമം ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ. നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ അവർക്കൊരു പെർഫെക്ഷൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേയോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേയോ ഒക്കെ അവർ മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായി, പക്ഷെ അവരത് വളരെ സില്ലി ആയിട്ട് എടുത്തു. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിൽ പോയ വ്യക്തി, അത് വളരെ ചെറിയ കാര്യങ്ങൾക്ക് ഒരു പിണക്കമുണ്ടായ സിറ്റുവേഷനുള്ള വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. യെസ്, നിങ്ങൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അത് അവർക്ക് നിസ്സാരമായിട്ട് തോന്നുന്നതാണെങ്കിലും നിങ്ങൾക്കത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിൽ അവർ പരാജയപ്പെട്ടു പോയി. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിൽ മനസ്സിലാക്കാതെ, നിങ്ങളുടെ ആ ഒരു മനസ്സ് മനസ്സിലാക്കാതെ അവർ പ്രവർത്തിച്ചു പോയി എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും അവർ മറ്റുള്ള വ്യക്തികൾ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ഒരു തേർഡ് പാർട്ടിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് പ്രയോറിറ്റി നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും കൊടുത്തിട്ടുണ്ട്. അത് ആ വ്യക്തി തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും അവർ മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇനി ആ ഒരു എനർജിയിലേക്ക് അവർ പോവില്ല എന്നാണ് അവർ പറയുന്നത്. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്നും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമാണെന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. ഒരു ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കാത്തതിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു റൈറ്റ് ടൈമിൽ
നിങ്ങളൊരു തീരുമാനം എടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ചോയ്സ് എടുത്തില്ല എന്നുള്ളത് അവരെ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ അതൊരുപാട് വേദനിപ്പിച്ചു എന്നും അവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അവരെയും നിങ്ങളെയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ ബെറ്റർ പേഴ്സൺ എന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങൾക്കിടയിലും ഇനിയും അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പരസ്പരം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുള്ളതും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ആൻഡ് അവർക്ക് ചിലപ്പോൾ ഫാമിലിയിൽ കുറേയധികം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അത് നിങ്ങളോട് അവർ പറയുകയാണ്, എന്താണ് നിങ്ങളെ പോലെ തന്നെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലുമുണ്ട്. അതിനെ കുറച്ച് അവർ കെയർ ചെയ്യപ്പോൾ നിങ്ങളെ അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു, നിങ്ങളെ കുറച്ച് കെയർ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ആൻഡ് ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതിൽ അവരൊട്ടും തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഹേർട്ട് ആവുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. രണ്ടുപേരുടെയും ആ ഒരു ലൈഫിൽ ഒരു ഡാമേജ് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ രണ്ടു പേർക്കും പല പല കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട്. ഇനി അതൊരു കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസ് ആയാലും, ഏജ് ഡിഫറൻസ് ആയാലും, അതുപോലെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഡിഫറൻസ് ആയിരുന്നാലും, മണി സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് ആയിരുന്നാലും പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് നിങ്ങളോട് പറയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട്. ഒരുപാട് സമയത്ത് നിങ്ങളിൽ നിന്ന് പലത് ഹൈഡ് ചെയ്യാനാണ് ഈ വ്യക്തി ശ്രമിച്ചിരുന്നത്. അതായത് ഒരു പാർട്ട്ണറാണ്, അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയല്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് തന്നെ വെച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് ലൈനാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു കണക്ഷൻ ഇല്ലാതെ നമുക്ക് തോന്നുന്നത്. ആ ഒരു സ്നേഹം അവിടെ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അടിസ്ഥാനമില്ലാതെ പോയി. അതായത് ഇപ്പോഴും സ്നേഹം മനസ്സിലുണ്ട് എങ്കിലും അവർക്ക് ഹേർട്ടായ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തി പറയുകയാണ് എല്ലാ കാര്യങ്ങളും അവരെ ഏറ്റു പറഞ്ഞ് ആ കണക്ഷൻ ഫിക്സ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തെ അവർ മറികടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ സ്വയം ഹീലാവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ അവർ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടേയില്ല. അവർ എല്ലാ കാര്യങ്ങളും സില്ലി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ വാക്കിന് അല്ലെങ്കിൽ അവരുടെ ലൈഫിന് എത്രത്തോളം വില കൊടുക്കണം എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഓവറോൾ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ അവർ ചിലപ്പോൾ ഇനി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, നിങ്ങളിലേക്ക് തിരിച്ചു വരും. സോ നിങ്ങൾ അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. ഇപ്പോൾ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ ആ പേഴ്സൺ തിരികെ വരാനായിട്ടുള്ള അഫർമേഷൻ പറയാനായിട്ട്. അപ്പോൾ ആ ഒരു സങ്കല്പം നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക. ആ പേഴ്സൺ എല്ലാ രീതിയിലും എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് തന്നെ തിരിച്ചു വരണം എന്നുകൂടി നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോറിറ്റീസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അച്ചടക്കം, അടുക്കും ചിട്ടയൊക്കെ പാലിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അതെല്ലാം പെർഫെക്ഷനായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയുള്ള അഫർമേഷനിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചെറിയ റീഡിംഗ് ആണ്. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.